വെറും 5 വർഷം കൊണ്ട് ഒരു രാജ്യത്തിന്റെ നികുതി ഘടനയും അടിസ്ഥാന സൗകര്യങ്ങളും ഇത്രയധികം മാറുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയോ? 2021 മുതൽ 25 വരെയുള്ള കേന്ദ്ര ബജറ്റുകൾ വെറും കണക്കുകളല്ലായിരുന്നു. അവ ഇന്ത്യ എന്ന ലോകശക്തിയുടെ പുതിയ മാപ്പായിരുന്നു. ശമ്പളക്കാരുടെ പോക്കറ്റിൽ കൂടുതൽ പണം എത്തിച്ച നികുതി പരിഷ്കാരങ്ങൾ മുതൽ 11 ലക്ഷം കോടി രൂപയുടെ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ വരെ ഇന്ത്യ എങ്ങനെയാണ് ലോകത്തിന്റെ സാമ്പത്തിക മാപ്പിനെ മാറ്റിമറിച്ചത്? നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് നികുതി ഘടനയിലെ മാറ്റങ്ങളാണ്. 2021 മുതൽ 22 വരെയുള്ള കാലം, അതായത് പുതിയ ആദായ നികുതി വ്യവസ്ഥ വന്നു. അത് അവതരിപ്പിക്കപ്പെട്ടെങ്കിലും ആദ്യ വർഷങ്ങളിൽ സ്ലാബുകളിൽ വലിയ മാറ്റങ്ങൾ ഇല്ലായിരുന്നു. പിന്നെ 23 മുതൽ 24 വരെയുള്ള 2023ഓടെ പുതിയ നികുതി വ്യവസ്ഥ കൂടുതൽ ആകർഷകമായി. 24-ൽ ശമ്പളക്കാരുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയായി ഉയർത്തിക്കൊണ്ട് സർക്കാർ ഇടത്തരക്കാരെ ചേർത്ത് പിടിച്ചു. ഇന്ത്യയുടെ നികുതി ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രഖ്യാപനം വന്നു. അത് 2025-ൽ 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് പുതിയ വ്യവസ്ഥയിൽ നികുതി പൂർണ്ണമായി ഒഴിവാക്കി. ഇത് ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം ബാക്കിയാകാൻ കാരണമായി. പിന്നെ ഭാരതത്തിന്റെ നട്ടെല്ല് ശക്തിപ്പെടുന്നു. കഴിഞ്ഞ 5 ബജറ്റുകളിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചത് മൂലധന ചെലവ് അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലൂടെയാണ്. 2021-ൽ 5.5 ലക്ഷം കോടി രൂപയായിരുന്നു വിഹിതം. 23-ൽ 10 ലക്ഷം കോടി കടന്നു. അതായത് വർഷം തോറും 37% വർധനവ്. ഇത് 11.2 ലക്ഷം കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇത് GDP-യുടെ ഏകദേശം 3%. ഈ പണം അത്രയും ഒഴുകിയത് എവിടേക്കാണെന്ന് അറിയാമോ? വന്ദേ ഭാരത് ട്രെയിനുകളിലേക്കും ലോകോത്തര നിലവാരമുള്ള എക്സ്പ്രസ് വേകളിലേക്കും ഡിജിറ്റൽ ഇന്ത്യയിലേക്കുമാണ്. ഇനി പ്രതിരോധത്തിലേക്ക് വന്നാലോ? സ്വയം പര്യാപ്തതയിലേക്കുള്ള ചുവടുവെപ്പാണ്. അതിർത്തികൾ സംരക്ഷിക്കാൻ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത ബജറ്റുകളാണ് അവതരിപ്പിച്ചത്. 2022-ൽ 5.5 ലക്ഷം കോടിയായിരുന്ന പ്രതിരോധ വിഹിതം 2025-ൽ 6.81 ലക്ഷം കോടിയായി ഉയർന്നു. വെറും ആയുധങ്ങൾ വാങ്ങുകയല്ല, മറിച്ച് ഇന്ത്യയിൽ തന്നെ യുദ്ധവിമാനങ്ങളും മിസൈലുകളും നിർമ്മിക്കുന്ന ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് ഈ കാലയളവിൽ വലിയ ഊന്നൽ ലഭിച്ചു. പിന്നെ വികസനത്തിന്റെ 1-ാം എഞ്ചിൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിശേഷിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ വളർച്ചയുടെ ആദ്യ എഞ്ചിൻ കാർഷിക മേഖലയായിരുന്നു. PM കിസാൻ പോലെയുള്ള പദ്ധതികളിലൂടെ കർഷകർക്ക് നേരിട്ടുള്ള വരുമാന സഹായം നൽകി. പിന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡുകളിലൂടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. സബ്സിഡികൾ കൃത്യമായി കർഷകരിലേക്ക് എത്തിക്കാൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചു. ഇത് ഗ്രാമീണ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിച്ചു. അപ്പോൾ കഴിഞ്ഞ 5 വർഷം നമ്മൾ വിതച്ചതിന്റെ ഫലം കൊയ്യാനുള്ള സമയമാണ് വരുന്നത്. 2026-ലേക്ക് രാജ്യം നോക്കുമ്പോൾ ആസ്തി ധനസമ്പാദനം വഴിയുള്ള വിഭവ സമാഹരണത്തിനാണ് മുൻഗണന. ഭീമമായ കടബാധ്യതകളില്ലാതെ രാജ്യം പടുത്തുയർത്താൻ പുതിയ സാമ്പത്തിക മാതൃകകളാണ് സർക്കാർ പരീക്ഷിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 5 ബജറ്റുകൾ ഇന്ത്യയെ കേവലം ഒരു ഉപഭോക്തൃ രാജ്യം എന്ന നിലയിൽ നിന്ന് ഒരു നിർമ്മാണ സാങ്കേതിക ഹബ്ബായി മാറ്റിയിരിക്കുകയാണ്. നികുതി കുറഞ്ഞതും ഇൻഫ്രാസ്ട്രക്ചർ വളർന്നതും പ്രതിരോധം കരുത്താർജിച്ചതും ഇന്ത്യയെ ലോകത്തെ 3-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള പാതയിൽ വേഗത്തിൽ ഓടിക്കുകയാണ്.